നമസ്കാരം. കേരള അസ്ട്രോളജി ബ്ലോഗ് എന്ന ഈ ചാനലിലേക്ക് ഇവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് 10/7/2024 ബുധനാഴ്ച ദിവസം, കൊല്ലവർഷം 1199, മിഥുന മാസം 26-ാം തീയതി, നക്ഷത്രം മകം. ഞാൻ അജയനാരായണൻ. ഇന്നത്തെ വിഷയം കേമുദ്ര യോഗത്തെക്കുറിച്ചാണ്. കേമുദ്ര യോഗം എന്ന് വെച്ചാൽ ഏതൊരു മനുഷ്യനും വലിയ ഉയർച്ചയിൽ നിന്ന് ഒരു രാജാവിൻ്റെ മകനായി ജനിച്ചാൽ പോലും, അല്ലെ വലിയ സമ്പന്നതയിൽ വളർന്ന് സമ്പന്നതയുടെ എല്ലാ ആനുകൂല്യങ്ങൾ അനുഭവിച്ച് നിൽക്കുമ്പോൾ അയാൾക്ക് ജീവിതത്തിൽ ഒരു യോഗം വരാനുള്ളത് തീർച്ചയായും ആർക്കും അങ്ങനെ മനസ്സിലാവില്ല. കേമുദ്ര യോഗം സംഭവിച്ചു കഴിഞ്ഞാൽ രാജാവിൻ്റെ മകനായി ജനിച്ച് രാജാവായിട്ട് വാഴുന്നവനായാലും ശരി, ഒരു കാലം യാചിച്ച് ഭിക്ഷയെടുത്ത് ജീവിക്കേണ്ട ഒരു ഗതികേട് ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. കേമുദ്രയോഗം എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ, സുനഭം, അനഭ, അതുപോലെ ദുരുദുര എന്നീ യോഗങ്ങൾ നമ്മുടെ ജാതകത്തിൽ ഇല്ലാതിരിക്കുകയും, അതുപോലെ ലഗ്ന കേന്ദ്രങ്ങളിലോ ചന്ദ്രകേന്ദ്രങ്ങളിലോ താരാഗ്രഹങ്ങളൊന്നും ഇല്ലാതിരിക്കുകയും, ചന്ദ്രന്റെ 12-ാം ഭാവത്തിലും 2-ാം ഭാവത്തിലും ഗ്രഹങ്ങളൊന്നും ഇല്ലാതിരിക്കുകയും ചെയ്താൽ കേമുദ്ര യോഗം സംഭവിക്കും എന്നാണ് പറയുന്നത്. അത് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ അങ്ങനെ ഒരു യോഗം ഉണ്ടാവുകയുള്ളൂ. 1000-ൽ അല്ലെങ്കിൽ 2000 ലക്ഷത്തിൽ ഒരാൾക്കോ അങ്ങനെ ഒരു യോഗം സംഭവിക്കുമല്ലോ. സാധാരണഗതിയിൽ നമ്മളെ ജ്യോതിഷികൾ ചന്ദ്രന്റെ 2-ലും 12-ലും ഗ്രഹങ്ങളില്ല, നിങ്ങൾക്ക് കേമുദ്ര യോഗമുണ്ട്, അതിനാലാണ് നിങ്ങൾക്ക് ദാരിദ്ര്യം വന്നത്, നിങ്ങളുടെ കാര്യം പോക്കാണ്, അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. സത്യം ശരിക്ക് പരിശോധിക്കുകയാണെങ്കിൽ അനഭ, സുനഭ, അതുപോലെ ദൂരദൂര യോഗങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെയുണ്ടെങ്കിൽ ഈ കേമുദ്ര യോഗം സംഭവിക്കില്ല. അതുമാതിരി കേന്ദ്ര രാശികളിൽ കേന്ദ്രങ്ങളിൽ ഗ്രഹങ്ങൾ ഉണ്ടായാലും അത് സംഭവിക്കില്ല, ലഗ്ന കേന്ദ്രങ്ങളിലും ഉണ്ടായാലും സംഭവിക്കില്ല. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം കറക്റ്റായിട്ട് വരുന്ന ആ വ്യക്തിയോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം പെട്ടെന്ന് ഇതിൻ്റെ ആ സത്യാവസ്ഥ മനസ്സിലാവുമ്പോൾ എത്ര വലിയ കോടീശ്വരനായാലും ഒന്ന് ഭയപ്പെട്ടു പോകും. അപ്പോൾ എന്ത് യോഗമുണ്ടായാലും അതിനെയൊക്കെ ഭക്തി കൊണ്ടും ദൈവവിശ്വാസം കൊണ്ട് നമ്മൾ നേരിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഇന്ന് വലിയ സമ്പന്നതയിൽ നിൽക്കുമ്പോൾ നമ്മളുടെ ഒരു കാലം ഇങ്ങനെ വരാനുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. നല്ലൊരു ജ്യോതിഷിയോ മറ്റേ ആ ജാതകം ഒന്ന് പരിശോധിക്കണം. നമ്മളെ സാമ്പത്തിക നില ഇനി മുന്നോട്ട് എങ്ങനെയായിരിക്കും, എന്തെങ്കിലും വലിയ യോഗങ്ങൾ വരാനുണ്ടോ, ഇതുപോലുള്ള യോഗങ്ങളൊക്കെ വരാനുണ്ടോ എന്നൊക്കെ പരിശോധിച്ച്, അതിന് പ്രത്യേകിച്ചിട്ട് പരിഹാരങ്ങളൊന്നുമില്ല. കാരണം യോഗമാണ്. യോഗം നമ്മൾ നല്ല നിലയിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു യോഗം വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെയില്ലേ കേമുദ്ര പോലുള്ള യോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ വളരെയധികം ദാരിദ്ര്യവും കഷ്ടവും യാചിച്ച് ജീവിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ കാലത്തും സമ്പന്നതയിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ഭഗവാനെ ഓർക്കണം. അഹം ഭാവം, മനസ്സിൻ്റെ ഉള്ളിൽ അഹം ഭാവം ഉണ്ടാവാൻ പാടില്ല. ദൈവമാണ് എല്ലാം തരുന്നത്. ദൈവം സുഖവും ദുഃഖവും രോഗവും മരണവും എല്ലാം സമ്മാനിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതോപദേശത്തിൽ പറയുന്നുണ്ട്, ആര് എന്നെക്കുറിച്ച് നിങ്ങൾ തർക്കിക്കരുത്, ആരോടും തർക്കിക്കാൻ പോണ്ട, എൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇത് ഭഗവാൻ എങ്ങനെയാണ്, ഭഗവാൻ ഇങ്ങനെയാണ്, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ആരും ഒന്നും പറയണ്ട, എല്ലാവരെയും ഞാൻ തന്നെ നോക്കിക്കോളാം. എന്നെക്കുറിച്ച് അറിയാത്തവരെ, എന്നെക്കുറിച്ച് മനസ്സിലാക്കാത്തവരെ നിങ്ങൾ ആരോടും വഴക്കിനൊന്നും പോകരുത്, എല്ലാവർക്കും അതിൻ്റെതായ സമയം വരുമ്പോൾ ഞാൻ മനസ്സിലാക്കി കൊടുക്കുന്നത് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നു. അപ്പോൾ നമ്മളുടെ യോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിന് പ്രത്യേകിച്ചിട്ട് വലിയ വലിയ പൂജകൾ ചെയ്ത് ആ യോഗത്തിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. ഭക്തി മാർഗം പോവുക എന്ന് മാത്രമേ ഉള്ളൂ. മഴ പെയ്തുകൊണ്ടേയിരിക്കും. മഴേനെ നമുക്ക് നിർത്താൻ പറ്റില്ല. കൊട പിടിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഈ ജ്യോതിഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു യോഗം വന്നു കഴിഞ്ഞാൽ ഭഗവാനിൽ ശരണം പ്രാപിക്കുക. അപ്പോൾ ഭഗവാൻ ആ കാഠിന്യത്തിൽ കുറച്ച് കുറവ് വരുത്തും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ദുരിദ്ര യോഗത്തിനെ കുറിച്ച് ചെറിയൊരു കാര്യം നിങ്ങളെ അറിയിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബർ ചെയ്യുക.
അതുമാതിരി എന്തെങ്കിലും കമൻസ് ബോക്സിൽ വന്ന് നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കണം. അതിനുള്ള കൃത്യമായിട്ടുള്ള ഉത്തരം തരുന്നതായിരിക്കും. തൽക്കാലം നിർത്തുന്നു. ശംഭോ മഹാദേവ.